നീറ്റ് വിവാദത്തിൽ വിശദീകരണവുമായി കേന്ദ്രം. പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ലെന്ന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ പരാതി നൽകിയത്. എന്താണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത്? അഞ്ജന, എന്തായാലും നീറ്റ് പരീക്ഷയിൽ അട്ടിമറി നടന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിശദീകരണവുമായി കേന്ദ്രം രംഗത്ത് വന്നിട്ടുള്ളത്. 67 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചതോടെയാണ് ഈ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട അട്ടിമറി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത്. തെറ്റായ ഉത്തരത്തിന് നൽകിയ അധിക മാർക്കാണ് 47 പേർക്ക് 1ാം റാങ്ക് കിട്ടാൻ കാരണമെന്നായിരുന്നു NTA വിശദീകരണം. കൂടാതെ ഇതിപ്പോൾ വലിയ വിവാദമായതിനു പിന്നാലെ NIT NTA ഏറ്റവും പുതിയ വിശദീകരണം എന്ന് പറയുന്നത് പരീക്ഷ പേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത് 1ാം റാങ്കുകാരുടെ എണ്ണം കൂടാൻ കാരണം ഗ്രേസ് മാർക്ക് ആണ് എന്ന വിശദീകരണവുമായാണ് ഇപ്പോൾ ഇതിന്റെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ളൊരു സൂചന നേരത്തെയും കേന്ദ്രം ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. 1ാം റാങ്കുകാരുടെ എണ്ണം കൂടാൻ ഗ്രേസ് മാർക്ക് കാരണമാണ് എന്ന തരത്തിലുള്ള വിശദീകരണം നേരത്തെയും നൽകിയിരുന്നു. മാത്രമല്ല NTA എന്ന് പറയുന്ന ഏജൻസി വലിയ സുതാര്യമായി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അട്ടിമറികളൊന്നും തന്നെ പരീക്ഷ പേപ്പറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നൊരു വിശദീകരണമാണ് ഇവർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ വർഷം ഒരുപാട് പരാതികൾ ഉയർന്നതായും ഒപ്പം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്രങ്ങളിലെ CCTV ക്യാമറകൾ പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനയുടെ ഭാഗമായി കാണാൻ കഴിഞ്ഞത് കുറേയധികം കുട്ടികൾക്ക് സമയം തികയാതെ വന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നും ഇവർ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾ വിവിധയിടങ്ങളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണവുമായി കേന്ദ്രം രംഗത്ത് വന്നിട്ടുള്ളത്. അഞ്ജന, സ്വാതി, ഈ നീറ്റ് പരീക്ഷ രണ്ടാമത് നടത്തണമെന്നൊക്കെ കുട്ടികൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് അതിനെന്തെങ്കിലും പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഈ നീറ്റ് പരീക്ഷ രണ്ടാമത് നടത്തണമെന്ന ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു. അത് തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിവിധയിടങ്ങളിൽ ഈ പ്രതിഷേധവുമായിട്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ പരീക്ഷ രണ്ടാമത് നടത്താനുള്ള തീരുമാനമൊന്നും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. മാത്രമല്ല ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പരീക്ഷ വലിയ സുതാര്യതയോടെയാണ് നടന്നത്. ഇത്തരത്തിലുള്ള ഒരു അട്ടിമറിയും നടക്കാൻ സാധ്യതയില്ല എന്ന വിശദീകരണമാണ് വീണ്ടും ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും പരീക്ഷ നടത്തണമെന്നൊരു പ്രഖ്യാപനം ഒന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അഞ്ജന, ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.